ഹലോ ഗൈസ്, അങ്ങനെ എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വൈകിട്ട് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാം. ആക്ച്വലി കല്യാണത്തിന് ശേഷം വ്ളോഗൊക്കെ എടുക്കണമെന്ന് ഭയങ്കര പ്ലാൻ ചെയ്തിട്ടിരുന്നതാണ്. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നടന്നിട്ടില്ല. പിന്നെ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ, നല്ല തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. ഇപ്പോൾ മണ്ടക്കത്തെ ഇതിൽ വെള്ളം വീണിട്ട് ഭയങ്കര മഴയാണ്. അപ്പോൾ എന്താ പറയുക, ഹസ്ബൻഡ് മീൻസ് നിഖിലിൻ്റെ കസിൻ ചേച്ചീൻ്റെ മോള്, അപ്പോൾ അവൾ വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ബട്ടൺ സൂരാൻ നോക്കും നടക്കുന്നുണ്ട്. അവൾ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്ന്. നടക്കൊന്നുമില്ല, നിഖിൽ വരട്ടെ. അപ്പം അന്നേരം എന്താ പറയുക, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി കാര്യത്തിൽ കാണാം. അപ്പോൾ അന്നേരം പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ആക്ച്വലി മഴയായതുകൊണ്ട് ചെറിയൊരു മടിയുണ്ട്, അത് മറ്റൊരു സത്യം. പിന്നെ വല്ലപ്പോഴും ഒക്കെ പിള്ളേരെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ അവർക്ക് ക്ലാസ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ പാടാവും. അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പം ഒന്ന് ഗെറ്റ് റെഡി ആയാലോ. ഈ മഴയത്തപ്പം നിങ്ങൾ വിചാരിക്കുക എന്തോ ഒരുങ്ങി കെട്ടിപ്പോകാനോ, അത് മറ്റൊരു സത്യം. ഭയങ്കര മഴയാണ്. ഒരു മരിച്ചായിരിക്കുന്നില്ലേ? ഓക്കെ, വെട്ടത്തിന് കുറവുണ്ട്, അതത്രയും പോത്തും. അപ്പം ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നു, വെഡ്ഡിങ് വർക്ക് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ അതിന് പോയി വന്നതേ ഉള്ളൂ. പോയി വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നു. അതിന് ശേഷം ഒന്ന് പോയി ഫ്രഷായി. കാരണം രാവിലെ വർക്കിന് പോയതാണ്. രാവിലെ മീൻസ് 7:30 7:45 പോയതാണ്. നല്ല ടയേർഡായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ വെഡ്ഡിങ് അറിയാമല്ലോ, നമ്മൾ ഹിന്ദുക്കൾക്ക് വലിയ പരിപാടിയും കാര്യങ്ങളും ഇത് ലാഗടിക്കലെന്നല്ല, വലിയ പരിപാടികളൊന്നും നമുക്കില്ല. നമുക്ക് പ്രാർത്ഥിച്ചു താലികെട്ടി പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് കുറേ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സമയം വേണം ബട്ടൺ സഹിക്കാൻ നോക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ പള്ളിയിലിടുന്ന മാറ്റില്ലേ, അതെല്ലാം നിൽക്കുമ്പോൾ കാലിന് നല്ല വേദനയാണ്. അങ്ങനെ നിന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല. എനിക്കിൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിലും എനിക്ക് വലിയ പരിപാടികളൊന്നുമില്ല. ഞാൻ അവന് കൂട്ടിന് പോയി അവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ഷർട്ടാണ്. 799 രൂപയാണെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെൻഡ്സിലിപ്പം 23rd മുതൽ 25th 26th വരെ കൊണ്ട് ഓഫർ ഉണ്ടായിരുന്നു. 3499 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം 3499 രൂപയ്ക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ആ ഓഫറിന് പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത്, കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സിന് ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. ഡ്രസ്സ് കുറച്ച് അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ മേടിച്ച ഷർട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ ബട്ടൺസ് പറഞ്ഞാൽ ഊരാതെ മടക്കി കഴിഞ്ഞാൽ സെറ്റായിട്ട് മടക്കാൻ പറ്റും. അതെനിക്കിപ്പോഴാണ് മനസ്സിലായി. അപ്പോൾ നമുക്ക് മറ്റേൻ്റെ ഒരു ബട്ടൺസ് ഇട്ടിട്ട് മടക്കാം. അപ്പോൾ അവളെ 7:30 ആകുമ്പോഴത്തേക്കും റെഡി ആയിട്ട് നിൽക്കാനാണ് പറഞ്ഞത്. പിന്നെ പോയിട്ട് വന്നാൽ അറിയാമല്ലോ, ക്ഷീണം കാരണം ഇങ്ങനെ കിടന്നു. നിഖിൽ കുളിച്ച് റെഡിയായില്ല. അവൻ ഡ്രസ്സൊക്കെ ഇതാക്കിയിട്ട് അവൻ താഴോട്ട് പോയി. ഇനി എന്നോട് റെഡിയാവാൻ പറഞ്ഞിട്ട് ഞാൻ കാപ്പി കുടിക്കാൻ താഴ്ത്തു. ഞാനിങ്ങനെ മടി പിടിച്ച് ഇരുന്നാണ്. അപ്പം നമുക്ക് റെഡി ആയാലോ. പിന്നെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എനിക്ക് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡവിൻ്റെ ക്രീമാണ്. ഇതൊന്നും എത്ര വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് അറിയത്തില്ല. കുറേ വർഷമായിട്ട് അത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്കെന്തോ വേറെ ഒന്നും സെറ്റാവുന്നില്ല. എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. അത് കാരണം എന്താ പറയുക, എല്ലാം ഒന്നും സ്കിന്നിൽ പറ്റത്തില്ല, പെട്ടെന്ന് അലർജിക്ക് പോലാവും. പക്ഷേ ഇതെന്തോ എനിക്ക് സെറ്റാണ്. അത് കാരണം ഞാനിത് മാത്രമേ യൂസ് ആക്കത്തുള്ളൂ. അയ്യോ, വെട്ടത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയും കൂടെ ഒരു ലൈറ്റ് ഇടിപ്പിക്കണം. ബൾബല്ലല്ലോ, മറ്റേ ട്യൂബ് വാങ്ങി വെച്ചിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, ചേട്ടൻ ഫ്രീ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വന്നില്ല. ഇനി നമുക്കൊരു പോൺസിൻ്റെ പൗഡർ
ഇട്ടെന്ന് അറിയുന്നില്ലല്ലോ, എനിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പൊട്ട് കണ്ടോ, ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഗോപി പൊട്ടിനോട് ഭയങ്കര ക്രൈസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ലോട്ട്സ് ഓഫ് ഇതൊക്കെ ഇത്, പിന്നെ ഇതൊരു ഓവൽ ഷേപ്പിൻ്റേത്, ഇത് നോർമൽ നമ്മുടെ വട്ടപ്പൊട്ടുകൾ. ഇനിയില്ല ഈ കുഞ്ഞി ഗോപിപ്പൊട്ട്, ഈ കറുപ്പ്, ഇനി 1-2 ഉണ്ട്, എന്തെന്ന് കാണുന്നില്ല. ഈ കുഞ്ഞി ഗോപിപ്പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏത് ഡ്രസ്സിൻ്റെ കൂടെ സെറ്റായിട്ട് പോകും. പിന്നെ ഞാൻ അങ്ങനെയൊന്നും നോക്കി തുറന്ന ആളല്ല, എനിക്ക് ഭയങ്കര ഇതായിട്ടൊന്നും ചിക്കതൊന്നും എനിക്ക് താല്പര്യം. നമ്മൾ പൊട്ടൊക്കെ എന്തിൻ്റെയും കൂടെ സെറ്റായി പോകും. എനിക്ക് പൊട്ടില്ലാണ്ടൊരു ജീവിതം ആലോചിക്കാനേ വയ്യ. എല്ലാവരും പറയും പൊട്ടൊക്കെ ജീൻസൊക്കെ തൊടുമ്പം ജീൻസൊക്കെ ഇടുമ്പോൾ നമ്മൾ പൊട്ടൊന്നും തൊടരുത്, അതൊക്കെയാണ്. പക്ഷെ എന്തോ പൊട്ട് ഇടുമ്പോൾ ഒരു ഐശ്വര്യം. ഇനി ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ അത് നോക്കിയിട്ട് നടക്കത്തില്ല. അങ്ങനെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തു. കണ്ണെഴുതണം. ഐസൂട് ഇട്ട് കൊടുത്ത് നോക്കാം. ഐസൂട് ഇടുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആക്ച്വലി എനിക്കിവിടെ വലിയ മിററുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ട്രൈപോഡ് ചെറുതാണ്. അപ്പോൾ അന്നേരം അത് വലുതാക്കാം, പക്ഷേ അത്രയും വലുതാക്കി നിന്നാൽ ചിലപ്പോൾ ഫോണിൻ്റെ വെയിറ്റ് കാരണം നിൽക്കത്തില്ല. അതുകൊണ്ട് അലമാരിക്കുള്ളിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഐ ഷാഡോ ഒന്ന് തേച്ച് നോക്കാം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും വേറൊന്നും കൂടെ, ഇത് രണ്ടും കൂടെ കോംബോ ആയിട്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്കിതിനകത്തിൽ അത്യാവശ്യം നല്ല ഷെയ്ഡ്സൊക്കെ ഉണ്ട്. ഞാനിതിൽ യൂസ് ആക്കിയത് ഈ ഒരു ഷിമ്മറി ഷെയ്ഡും പിന്നെ ഈ ഒരു ഷെയ്ഡും, ഇത് രണ്ടും മാത്രമേ ഞാൻ യൂസ് ആക്കിയിട്ടുള്ളൂ. വേറെ ഒന്നും യൂസ് ആക്കിയിട്ടില്ല, കാരണം ഞാൻ ഡെയിലി ഇതൊന്നും യൂസ് ആക്കാറില്ല. ഞാനൊരു ഗ്ലിറ്ററി സാധനമാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ അത് വലുതായിട്ട് അറിയുന്നില്ല വീഡിയോക്കകത്ത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വിങ്സ് കൂടെ വരച്ചു കൊടുക്കാം. വിങ്സൊക്കെ ഇട്ട് രണ്ടും രണ്ട് രീതിയായി. ഇനി എനിക്കതൊന്നും തുടച്ചിട്ടിടാനുള്ള മൂടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, മറ്റേ നിഖിലിൻ്റെ കസിൻ ചേച്ചീൻ്റെ മോളാണ് ആർച്ചാന്ന്. അപ്പം എന്താ പറയുക, അവളുടെ ഒരു കാര്യം ആർച്ച 10th ആയിരുന്നു. 10th കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് +1 ജോയിൻ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ അവളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനേ പറ്റില്ല. കാരണം അവൾ 10th റിസൾട്ട് വരുന്നതിനെക്കുറിച്ച് ഞാൻ അവളോട് ചോദിച്ചടി എങ്ങനെയുണ്ട്, റിസൾട്ട് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ജസ്റ്റ് നമ്മൾ നോർമലി ചോദിക്കില്ലേ. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് കിട്ടുമായിരിക്കും, ജയിക്കുമായിരിക്കും എന്നൊരു സാധനമാണ് അവൾ പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പം എല്ലാവരും ഷോക്കായി. 10A+ കിട്ടലോട്ട് അവൾ പഠിച്ച്. അത് അവളാർക്കും ഒരു ഹോപ്പ് കൊടുത്തില്ല, ജയിക്കുമോ ജയിക്കത്തില്ലയോ എന്നൊരു സാധനം വെച്ചിട്ട് അവളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. കിടലോട്ട് പഠിക്കും കൊച്ച്, മുത്താണവള്. നമുക്ക് മസ്കാരം കൂടെ ഇട്ടാലോ? അതൊന്നും ഇടാറില്ല, വല്ലപ്പോഴും ഇടുന്നേ, നല്ലൊരു സുഖം. അയ്യോ മസ്കാര ഇട്ട് നമുക്ക് 2 കമ്മലുണ്ട്. ഈ 2 കണ്ടില്ലല്ലോ, ഈ 2 കമ്മലുണ്ട്. ഇതോടിട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇത്രയൊക്കെ സാധനങ്ങളെ ഞാൻ യൂസ് ആക്കലുള്ളൂ. അത് ഡെയിലി യൂസ് ആണെങ്കിലും അല്ലാതാണെങ്കിലും. എനിക്ക് ഹെവി ആയിട്ട് മേക്കപ്പ് ഇടുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അത് മറ്റൊരു സത്യം. ഇത്രയും കഥ പറഞ്ഞ് തന്നെ 12 മിനിറ്റായി. ഓക്കെ, നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ലിപ് ഷെയ്ഡാണ് ഡാസ്ലറിൻ്റെ DLC031. ഓഹോ, ഫോക്കസ് ഒന്നുമില്ല. DLC031 എൻ്റെ മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഇത് ഇട്ട് തുടങ്ങിയതിന് ശേഷം വേറൊരു ഷെയ്ഡ് യൂസ് ആക്കിയിട്ടേ ഇല്ല. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇതിനകത്ത് വേറൊരു ഷെയ്ഡാണ് കാണിക്കുന്നത്. നിങ്ങളിതിൻ്റെ ഷെയ്ഡ് ഗൂഗിളിൽ നോക്കിയാൽ മതി, ഫോട്ടോസ് ഉണ്ട്.
ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇത്രയും കത്തി ഷെയ്ഡ് സെറ്റ് ആകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡാസ്ലറിൻ്റെ തന്നെ 27 ഷെയ്ഡ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഒരു ഷെയ്ഡ് ഇട്ടോ. പക്ഷേ അത് ഭയങ്കര കത്തിക്കളർ. അതിനകത്ത് ഭയങ്കര കത്തി ഷെയ്ഡാണ്. ഞാൻ വെട്ടം എല്ലായിടത്തും കൊണ്ടിട്ട് കാണിച്ചു തരാം. നമുക്ക് ഹെയർ റൂട്ട് സെറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നു, സമയം പോയി പറഞ്ഞില്ല. ആർച്ച വന്ന് വിളിക്കാൻ. അപ്പോൾ നമുക്ക് ഹെയർ റൂട്ട് സെറ്റ് ആക്കിയിട്ട് പോകാം. സൈഡ് പാർട്ടീഷൻ ഇട്ട് സെറ്റ്. ഇതോ വരുന്നുണ്ട്, കിട്ടി കുണുങ്ങി എന്തോരം. ആദ്യം ഇതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ സിന്ദൂരം ഭയങ്കരമായിട്ട് പടരുന്നുണ്ട്. നാളെ എവിടെ പോകുന്നു? ഈ മഴയത്ത് എങ്ങനെ പോകാനാടേ? ഏതാ, പച്ചയോ? ഞാൻ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുത്തു പറയില്ല, ആ കൂട്ടത്തിലെടുത്താണ് പച്ച പാൻറ്. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് കാണിക്കാം. ഇല്ലെങ്കിൽ അവൻ്റെ നഗ്നത ഞാൻ ഷൂട്ട് ചെയ്തത് മുണ്ടനെ തുടങ്ങിയിട്ടു. അങ്ങനെ നമ്മുടെ റെഡ് സിഗ്നൽ വിട്ടു. സെറ്റ്. പാൻറ് അവിടെ പാൻറ്റിന് കൊടുത്ത ടീഷർട്ടോ അവിടെ ഇരിപ്പുണ്ട്. പാൻറ് ഇന്നലെ എടുത്ത് വെച്ചില്ലേ. ഇതാണ് ഞാൻ ഇട്ട ഡ്രസ്സ്. സ്ക്രാച്ച്ഡ് ജീൻസും ഇത്. ഇപ്പം കണ്ടോ ലിപ് ഷെയ്ഡ് മാറിയതുണ്ടോ? ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെ. നമ്മൾ രണ്ടുപേരും മെച്ചഡ്, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി അങ്ങനെ പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഫുഡ് കഴിക്കുന്നതൊക്കെ ഈ മഴയത്ത് വെറുതെ എടുത്ത് ഫോൺ ചീത്തയാക്കണ്ടല്ലോ, അതുകൊണ്ട്